കുൽഗാം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇനി നമുക്ക് പോകണമെങ്കിൽ അഹർബലിലേക്കാണ്. അത് നമ്മൾ വേറൊരു ഷെയറിംഗ് ടാക്സി പിടിച്ച് വേണം പോകാനായിട്ട്. അങ്ങനെ ഷെയറിംഗ് ടാക്സിയുടെ റേറ്റ് എല്ലാം ചോദിക്കുമ്പോഴത്തേക്ക് ഒരു വണ്ടിക്ക് പോകണതിന് 2000 രൂപ 3000 രൂപ നിരക്കൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങളെ കൊണ്ടുവന്ന് ഇറക്കിയ ഡ്രൈവറോട് ചോദിച്ചു ഇവിടെ നിന്ന് എത്ര രൂപ ഏകദേശം വരും നമുക്ക് അഹർബൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അദ്ദേഹം പറഞ്ഞു 1500 1800 രൂപ നിരക്കൊക്കെ സാധാരണ വരുന്നത്. നിങ്ങൾ എനിക്കൊരു 1500 രൂപ തന്നാൽ മതി, ഞാൻ നിങ്ങളെ അഹർബൽ എന്ന് പറയുന്ന സ്ഥലത്ത് വേണ്ടി ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന്. 1500 രൂപക്ക് ഡീലും പറഞ്ഞ് നേരെ അഹർബലിലേക്ക് യാത്ര തിരിച്ചിട്ടോ. ഈ ഒരു അഹർബലിന്റെ പ്രത്യേകിച്ചാൽ കശ്മീരിൽ ആപ്പിൾ കൂടുതലും ഉണ്ടാവുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് അപ്പുറവും ഇപ്പുറവും ആപ്പിൾ തോട്ടം കൊണ്ട് നീണ്ടു കിടക്കുകയായിരുന്നു കേട്ടോ. അഹർബൽ എന്ന് പറയുന്ന ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ വന്ന് ടാക്സി ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെ നിരാശപ്പെടുന്ന കാഴ്ചയായിട്ട് കാണുന്നത് പോലീസുകാരും മിലിറ്ററിക്കാരും കൂടി ഇവിടുത്തെ ലോക്കൽസിനെയും ടൂറിസ്റ്റിനെയും ഓടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി ഞങ്ങൾക്ക് യാത്ര മുന്നോട്ട് സാധിക്കുമോ അതോ ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ടി വരുമോ എന്നറിയാതെ നിൽക്കുമ്പോഴത്തേക്കാണ് അടച്ച നമുക്ക് ചെറിയൊരു പിടിവള്ളി ഇട്ടില്ലേ. അങ്ങനെ ഇട്ടുന്നൊരു പിടിവള്ളി എന്ന റഫീഖ് ഭായ്. ഞങ്ങൾ വന്ന് വണ്ടി ഇറങ്ങിയത് റഫീഖ് ഭായിയുടെ കടയിൽ മുമ്പിലായിരുന്നു. റഫീഖ് ഭായ് ഞങ്ങളെയും കണ്ടു വന്നിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, അതുകൊണ്ട് വേഗം തന്നെ നിങ്ങൾ എന്റെ കൂടെ വരുമെന്നും പറഞ്ഞു. റഫീഖ് ഭായ് ഞങ്ങളെ കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ഞങ്ങൾക്ക് താമസിക്കാനുള്ള റൂം വന്നു. എന്നിട്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു തീവ്രവാദികളെ പിടിക്കുകയുണ്ടായി, അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഫുള്ള് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. നിങ്ങൾ ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ്. ഞങ്ങളുടെ പേരെന്താണെന്നോ ഞങ്ങൾ എവിടെ നിന്ന് വന്നെന്നോ എന്നും അദ്ദേഹം ചോദിക്കാതായിരുന്നു അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഞങ്ങളിലേക്ക് ഭക്ഷണവുമായിട്ട് വന്നു. നല്ല ചോറും മട്ടൻ കബാബും മട്ടൻ ബ്രിസ്റ്റേക്ക് ആയിട്ട് വന്നു. എന്തായാലും ഫുഡെല്ലാം അടിപൊളിയാണ് കേട്ടോ. എന്റെ സ്നേഹമുള്ളവരാണ് ഈ കശ്മീരികൾ. അപ്പൊ എന്തായാലും ഈ ഒരു കഥയുടെ അടുത്ത സ്റ്റോറീസുമായിട്ട് അടുത്തൊരു എപ്പിസോഡ് വേണം. ഓക്കെ, ബൈ ബൈ.